മലർവാടി വിജ്ഞാനോത്സവം ഗ്രാൻഡ് ഫിനാലെ ലിറ്റിൽ സ്കോളറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 6 റൗണ്ടുകൾ പൂർത്തിയായി നമ്മളിതാ 7ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ചില മലക്കം മറിച്ചിലുകൾ കണ്ടു, ചിലർ ഇതിനിടയ്ക്ക് നീന്തലൊക്കെ പഠിച്ചു, അല്ലെ, സർവൈവ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, 6 റൗണ്ടുകൾ പിന്നിട്ടപ്പോൾ ഓരോ ടീമും എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 110 മാർക്കുമായി ടീം ചാലക്കുടി 1ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. 100 മാർക്കുമായി മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന മിടുക്കന്മാർ യൂഫ്രട്ടീസ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. 75 പോയിന്റുമായി കണ്ണൂരിന്റെ വളപട്ടണം 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആലപ്പുഴയുടെ വേമ്പനാട് 70 മാർക്കുമായി 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ട് എന്താണെന്ന് നോക്കാം. ഈ റൗണ്ട് നെല്ലും പതിരും എന്നാണ് ഇതിന്റെ പേര്. നെല്ലും പതിരും. നിങ്ങൾക്കറിയാം നെല്ലും പതിരും എന്താ ചെയ്യേണ്ടത്? വേർതിരിച്ച് എടുക്കണം, അല്ലെ? പരസ്പര ബന്ധമുള്ള 2 വാചകങ്ങൾ എ ബി എന്നീ പേരുകളിൽ തന്നിരിക്കുന്നു. പരസ്പര ബന്ധമുള്ള 2 വാചകങ്ങൾ എ ബി എന്ന പേരിൽ തന്നിരിക്കുന്നു. ഓരോ വാചകവും ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കണം. ഇത് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആണ്, വ്യക്തിഗതമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 4 സാധ്യതകളാണ് ഇതിലുള്ളത്. എ ശരി, ബി ശരിയാകാം, എ തെറ്റ്, ബി തെറ്റാകാം, എ ശരി, ബി തെറ്റാകാം, എ തെറ്റ്, ബി ശരി, ഇങ്ങനെയാകാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കുമ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾ വേർതിരിച്ച് പറയണം. ശരി ഉത്തരങ്ങൾക്ക് 10 മാർക്കായിരിക്കും ലഭിക്കുക. 8 ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായും ഓരോ ടീമിനും 2 ചോദ്യങ്ങൾ വീതം ലഭിക്കും. ആദ്യത്തെ ചോദ്യം വളപട്ടണത്തോടാണ്. പുതുമഴയിൽ മണ്ണിന് പുതുമണം ഉണ്ടാകുന്നു, കാരണം മണ്ണിൽ നിന്ന് ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നു. എ ശരി, ബി തെറ്റ് എന്നാണ് അവർ പറയുന്നത്. അത് തെറ്റാണ് ഉത്തരം. കാരണം എ ശരി, ബിയും ശരിയാണ്. ഓക്കെ, പുതുമണം ഉണ്ടാകുന്നു കാരണം മണ്ണിൽ നിന്ന് ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് കൊണ്ടാണ് മണം ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ടീം യൂഫ്രട്ടീസിനോടാണ്. എ ശംഖ് ചെവിയിൽ വെച്ചാൽ കടലിരുമ്പുന്ന പോലുള്ള ശബ്ദം കേൾക്കും. ബി ശംഖ് കടലിന്റെ ഉൽപ്പന്നമായതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത്. എ ശരി, ബി ശരി എന്ന് പറയുന്നു. എ ശരി, ബി തെറ്റാണ്. ശരിയായ ഉത്തരം. വെരി സോറി യൂഫ്രട്ടീസ്. ശംഖ് ചെവിയിൽ വെച്ചാൽ കടലിരുമ്പുന്ന പോലുള്ള ശബ്ദം കേൾക്കുന്നു. നമ്മൾ എല്ലാവരും വെച്ച് നോക്കിയിട്ടുള്ള നമുക്ക് കാരണം അറിയാം. അതിന്റെ കാരണം എന്തായിരിക്കാം? വായുവിന്റെ പ്രകമ്പനം. ശംഖിനുള്ളിലെ വായു അതിലെ ഓരോ ചുരുളുകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രതിധ്വനിച്ച് മുഴങ്ങുന്ന ശബ്ദമാണ് കടലിരുമ്പം ആയി നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് 3ാമത്തെ ചോദ്യം ചാലക്കുടിയോടാണ്. എ നൂലിൽ തൂക്കിയിട്ട ഒരു കാന്തം ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുക, കാരണം ഭൂമിയുടെ കാന്തിക മണ്ഡലം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ആണ്. എ ശരി, ബി തെറ്റ്. ബി തെറ്റ്. തെറ്റെന്ന് വെച്ചാൽ റോങ് എന്നാണ് അർത്ഥം. താങ്ക് യു, എന്നെ അത് ഓർമ്മിപ്പിച്ചതിന് നന്ദി. ശരി ഉത്തരമാണ്. എ ശരി, ബി തെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം വേമ്പനാടിനോടാണ്. എ വാവലുകൾക്ക് പക്ഷികളെ പോലെ ചിറകുകൾ ഉണ്ട്. ബി അവ പറക്കുന്ന സസ്തനികൾ ആണ്. എ ശരി, ബി ശരി. എ ശരി, ബി ശരി. തെറ്റാണ് ഉത്തരം. എ തെറ്റ്, ബി ശരി. വാവലുകൾക്ക് പക്ഷികളെ പോലെ ചിറകില്ല. അതിന്റെ തൊലി തന്നെ ഒരു ചിറക് പോലെ ആക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് ആക്ച്വലി പക്ഷികൾക്കുള്ള പോലെ ഒരു ചിറക് അല്ല. ഓക്കെ, അവ പറക്കുന്ന സസ്തനികളാണ് എന്ന 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ടീം
വേമ്പനാടിന്റെ രണ്ടാമത്തെ ചോദ്യം. എ, പൂന ഗെയിം എന്നാണ് ബാഡ്മിന്റൺ അറിയപ്പെടുന്നത്. കാരണം പൂനെയിലാണ് ഈ കായിക ഇനം ഉടലെടുത്തത്. എ ശരി ബി തെറ്റ്. എ ശരി ബി തെറ്റ്. ഈ ഉത്തരം തെറ്റാണ്. എ ശരി ബി ശരി എന്നതാണ് ശരി ഉത്തരം. ശ്രദ്ധിച്ചു കേൾക്കുക. പൂന ഗെയിം എന്നാണ് ബാഡ്മിന്റൺ അറിയപ്പെടുന്നത്. കാരണം പൂനെയിലാണ് ഈ കായിക ഇനം ഉടലെടുത്തത്. രണ്ടും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചാലക്കുടിയോട്. എ, 60 കിലോ ഭാരമുള്ള ഒരു വസ്തു ചന്ദ്രനിൽ എത്തുമ്പോൾ ഭാരം 1/6 ആയി കുറയുന്നു. ബി, കാരണം ചന്ദ്രനിൽ ഗുരുത്വാകർഷണ ബലം കൂടുതൽ ആണ്. എ ശരി ബി തെറ്റ്. എ ശരി ബി തെറ്റ്. ശരി ഉത്തരമാണ്. എ ശരി ബി തെറ്റ്. വെരി ഗുഡ് ചാലക്കുടി. യൂഫ്രട്ടീസ്. എ, ഇത്തിൽ ചെടി നനഞ്ഞ മണ്ണിൽ നന്നായി വളരുന്നു. ഇത്തിൽ ചെടി, ഇത്തിക്കണ്ണി നനഞ്ഞ മണ്ണിൽ നന്നായി വളരുന്നു. ബി, കാരണം അതിന് മണ്ണിൽ നിന്നും വെള്ളം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നു. എ തെറ്റ് ബി തെറ്റ്. ശരിയാണ് നിങ്ങളുടെ ഉത്തരം. എ തെറ്റ് ബി തെറ്റ്. അതൊരു പാരസൈറ്റ് ആണ്. അത് മണ്ണിലല്ല, അതൊരു ഏതെങ്കിലും ചെടി മരത്തിന്റെ മേലെ ഒക്കെയാണ് വളരുന്നത്. ഈ റൗണ്ടിലെ അവസാന ചോദ്യം വളപട്ടണത്തോട്. എ, പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു ലോകസഭാ മണ്ഡലത്തെയും പ്രതിനിധീകരിക്കുന്നില്ല. ബി, കാരണം അദ്ദേഹം രാജ്യസഭാംഗം ആണ്. എ ശരി ബി തെറ്റ്. എ ശരി ബി തെറ്റ്. റോങ് ആൻസർ ആണ്. എ ശരി ബി ശരിയാണ്. നെല്ലും പതിരും വേർതിരിച്ച് കുട്ടികൾ ദാ മുമ്പിൽ വെച്ചു കഴിഞ്ഞു. ഇനി അതിൽ നിന്നും മാർക്കുകൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മെൽവാടി ലിറ്റിൽ സ്കോളറിൽ ഒരു ചെറിയ ബ്രേക്ക്. ഒന്നാമത്തെ സൂചനാവാചകം വായിച്ചു കഴിഞ്ഞാൽ അത് എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുന്ന ടീം ഉടൻ ബസ് അമർത്തണം. ഉത്തരം ശരിയായാൽ 10 മാർക്ക് ലഭിക്കും. തെറ്റായാൽ ആ ചോദ്യത്തിൽ നിന്നും ടീം പുറത്ത് പോകേണ്ടതായി വരും. വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സ്കോളർ. നെല്ലും പതിരും ചാക്കുകളിൽ കെട്ടിവെച്ചു കഴിഞ്ഞു. പോയിന്റ്സ് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 70 പോയിന്റുമായി ടീം വേമ്പനാട് 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. 75 പോയിന്റുമായി വളപട്ടണം 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. 110 പോയിന്റുമായി യൂഫ്രട്ടീസ് 2ാം സ്ഥാനത്തും 130 പോയിന്റുമായി ചാലക്കുടി 1ാം സ്ഥാനത്തും നിൽക്കുന്നു. അടുത്തത് ബസർ റൗണ്ട് ആണ്. കൈ അവിടെ എത്തിയോ? കൈ അവിടെ എത്തി കഴിഞ്ഞു അല്ലേ? നമുക്ക് ഈ റൗണ്ടിലേക്ക് കിടക്കാം. ബസർ റൗണ്ട്. ഓരോ ടീമിന് മുന്നിലും ബസർ ബട്ടൺ ഉണ്ട് ഇല്ലേ? ഉറപ്പല്ലേ? ഉണ്ട്. 5 സൂചനകൾ അടങ്ങിയതാണ് ചോദ്യം. ഒന്നാമത്തെ സൂചനാവാചകം വായിച്ചു കഴിഞ്ഞാൽ അത് എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുന്ന ടീം ഉടൻ ബസർ അമർത്തണം. ഉത്തരം ശരിയായാൽ 10 മാർക്ക് ലഭിക്കും. തെറ്റായാൽ ആ ചോദ്യത്തിൽ നിന്നും ടീം പുറത്ത് പോകേണ്ടതായി വരും. സൂചന 2 വായിച്ചു കേൾക്കുമ്പോൾ അടുത്ത ടീം ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് 10 മാർക്ക് ലഭിക്കും. അങ്ങനെ 5 സൂചനകളാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. ആദ്യത്തെ സൂചനയിലേക്ക് കിടക്കാം. 1954 എനിക്ക് ക്വാണ്ടം കെമിസ്ട്രിയെ കുറിച്ചുള്ള ഗവേഷണത്തിന് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. ശാലക്കുടിയും കെമിസ്ട്രിയും തമ്മിൽ ഇത്രയ്ക്ക് ബന്ധം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് ഉത്തരം? മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക് എന്നാണ് അവർ പറയുന്നത്. ആ ഉത്തരം ഐ എം വെരി സോറി തെറ്റാണ്. അടുത്ത സൂചന ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ 1901 ഫെബ്രുവരി 28 അമേരിക്കയിൽ ജനിച്ച ശാസ്ത്രജ്ഞനും മനുഷ്യാവകാശ പ്രവർത്തകനും ആണ്. നോ മോർ വാർ എന്ന ഗ്രന്ഥം രചിച്ച് യുദ്ധക്കെടുതികൾക്കെതിരെ ബോധവൽക്കരണം നടത്തി. നോ മോർ വാർ എന്ന ഗ്രന്ഥം രചിച്ച് യുദ്ധക്കെടുതികൾക്കെതിരെ ബോധവൽക്കരണം നടത്തി. ആണവായുധങ്ങൾക്കെതിരെയുള്ള സമരങ്ങളുടെ പേരിൽ 1962 സമാധാനത്തിനും നോബൽ സമ്മാനം ലഭിച്ചു. രസതന്ത്രത്തിൽ 54 62
സമാധാനത്തിനുള്ള സമ്മാനം 2 നോബൽ പ്രൈസുകൾ ലഭിച്ചു. ആരുമായും പങ്കിടാതെ 2 വട്ടം നോബൽ സമ്മാനം ലഭിച്ച ഏക വ്യക്തിയായ ഞാൻ 1994 അന്തരിച്ചു. ഇല്ല. ഓക്കെ, ഉത്തരം ലീനസ് പോളിംഗ് ആണ്. ലീനസ് പോളിംഗ് എന്ന വ്യക്തിയാണ്. ഡസന്റ് മാറ്റർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1945 ജൂൺ 19 യാങ്കോണിൽ ജനിച്ചു. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിലും ഇക്കണോമിക്സ്, രാജ്യതന്ത്രത്തിലും പൊളിറ്റിക്സ്, ഫിലോസഫിയിലും തത്വശാസ്ത്രത്തിലും ബിരുദം നേടി. 1991 സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് ആരാണ്? ആങ് സാൻ സൂചി. റൈറ്റ് ആൻസർ, ആങ് സാൻ സൂചി. ആങ് സാൻ സൂചി is the right answer. ഓക്കെ, ഗുഡ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ 4 കൈകളിൽ ഹോക്കി സ്റ്റിക്കുമായി നിൽക്കുന്ന പ്രതിമ എന്റേതാണ്? യെസ്, ടീം ചാലക്കുടിയാണ് ബസർ ഞെക്കിയത്. ധ്യാൻചന്ദ്. ധ്യാൻചന്ദ്, റൈറ്റ് ആൻസർ. ധ്യാൻചന്ദ് ഹോക്കിയിലെ മാന്ത്രികൻ എന്ന വിശേഷണം എനിക്കുണ്ട്. എന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യക്കാർ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി 3 ഒളിമ്പിക്സുകളിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ദ ഗോൾ എന്റെ ആത്മകഥയാണ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്, 4ാമത്തതും അവസാനത്തതുമായ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രാമേശ്വരത്ത് ജനിച്ച പ്രമുഖ ശാസ്ത്രജ്ഞനാണ് ഞാൻ. ടീം വെമ്പനാടാണ് ബസർ ഞെക്കിയത്. എന്താണ് നിങ്ങളുടെ ഉത്തരം? CV രാമൻ. CV രാമൻ, റോങ് ആൻസർ. CV രാമൻ അല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. പൊക്രാനിൽ, യെസ്. ടീം വളപട്ടണം ദാ ബസർ ഞെക്കിയിരിക്കുന്നു. തോക്കിൽ കയറിയുള്ള വെടിയാണോ എന്ന് നമുക്ക് നോക്കാം. ശ്രീനിവാസ രാമാനുജം ആൻഡ് റിയലി സോറി, തെറ്റാണ്. അതൊരു തോക്കിൽ കയറിയുള്ള വെടിവെപ്പായിരുന്നു. നോക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക 2 ടീമും. പൊക്രാനിൽ നടന്ന 2ാമത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകി. ടീം യൂഫ്രട്ടീസ് ബസർ ഞെക്കിയിരിക്കുന്നു. ആരാണ്? APJ അബ്ദുൽ കലാം. വെരി ട്രൂ, APJ അബ്ദുൽ കലാമാണ് ആ വ്യക്തി. ബസർ റൗണ്ട് എങ്ങനെയൊക്കെ പോയിന്റുകളെ മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് മലർവാടി ലിറ്റിൽ സ്കോളറിൽ ഒരു ചെറിയ ബ്രേക്ക്. You're now the property of the U.S. Marine Corps. This is your final destination. Down! Take your fucking head down! Get your legs. തിരികെ സ്വാഗതം മലർവാടി ലിറ്റിൽ സ്കോളറിലേക്ക്. നമുക്ക് ഇതുവരെയുള്ള മൊത്തം പോയിന്റുകൾ നോക്കാം. 150 മാർക്കുമായി ചാലക്കുടി 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. 120 പോയിന്റുമായി യൂഫ്രട്ടീസ് 2ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. 75 പോയിന്റുമായി വളപട്ടണം 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. 70 പോയിന്റുമായി വേമ്പനാട് 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മൾ അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേര് തിരനോട്ടം എന്നാണ്. ചോദ്യങ്ങൾ പൊതുവായതാണ്. 2 വീഡിയോ ക്ലിപ്പുകൾ, അത് ഡോക്യുമെന്ററി ആകാം, ഫിലിം ആകാം, നിങ്ങളെ കാണിക്കും. ഓരോ ക്ലിപ്പിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ. ശരി ഉത്തരത്തിന് 10 മാർക്കായിരിക്കും ലഭിക്കുക. കണ്ണും കാതും തുറന്ന് വെച്ചോളൂ. Here comes the first visual. On his knees, facing this way. Knees down. Third pole. Don't let him look. Don't let him look. You're now the property of the U.S. Marine Corps. This is your final destination. Down! Take your fucking head down! Get your legs crossed. We were sitting like this on our knees.
For ages. We were sitting there. It was really hot there. You could feel the sun burning your head. Down. Down. Head down. Don't let him come up that far. അമേരിക്കൻ ആധിപത്യത്തിലുള്ള ഒരു തടവറയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനത്തെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാണ് ഇത്. ഇതിൽ ചിത്രീകരിച്ച തടവറ അറിയപ്പെടുന്ന പേര് എന്ത്? ചാലക്കുടി, ഏതാണ് ആ തടവറ? ഒന്നും എഴുതിയിട്ടില്ല. ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ. വളപട്ടണം, ഒന്നും എഴുതിയിട്ടില്ല. യൂഫ്രട്ടീസ്, ക്വാണ്ടനാമോ. ക്വാണ്ടനാമോ എന്ന് എഴുതിയിരിക്കുന്നു. വേമ്പനാട് എന്ത് എഴുതിയിരിക്കുന്നു? ക്വാണ്ടനാമോ. ക്വാണ്ടനാമോ എന്ന് എഴുതിയിരിക്കുന്നു. ശരി ഉത്തരമാണ് ക്വാണ്ടനാമോ. ഏറെ കുപ്രസിദ്ധി ആർജിച്ച ജയിലറയാണ്. വെരി ട്രൂ. അമേരിക്കയുടെ കൈവശമുള്ള ക്യൂബയിലെ ഒരു ദ്വീപിലാണ് ഈ കുപ്രസിദ്ധമായ തടവറ ഉള്ളത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഹായ് ഡാഡി, അയച്ച കത്തും സ്റ്റാമ്പുകളും കിട്ടി. ഈ മാസം അവസാനം ഞങ്ങൾക്ക് കൊല്ലപരീക്ഷയാ. അത് കഴിഞ്ഞാൽ 2 മാസം സ്കൂൾ പൂട്ടാ. കൂട്ടുകാരൊക്കെ സ്കൂൾ പൂട്ടിന് വിരുന്ന് പാർക്കാൻ പോകും. എനിക്ക് മാത്രം പോകാൻ ഒരു സ്ഥലവുമില്ല. എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ട്. ഇന്നലെ ഞാൻ എന്റെ കാശ് കൊടുക്ക എടുത്ത് പൊട്ടിച്ചു. അതില് 252 രൂപയുണ്ടായിരുന്നു. ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ബാംഗ്ലൂർക്കുള്ള തീവണ്ടി നമ്മുടെ കുറുവൻകുന്നിന്റെ താഴെക്കൂടെ പോകുന്നത് ഞാൻ എന്നും കാണാറുണ്ട്. ഈ സ്കൂൾ പൂട്ടിന് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരട്ടെ. അച്ഛൻ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കാത്തു നിൽക്കോ? 2010 മികച്ച നവാഗത സംവിധായകനുള്ള ഡെബ് ഡയറക്ടറിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മോഹൻ രാഘവൻ മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു. അദ്ദേഹത്തെ അവാർഡിന് അർഹമാക്കിയ ചിത്രത്തിലെ ഒരു രംഗമാണ് നാം കാണുന്നത്. ഏതാണ് ഈ ചിത്രം? ചാലക്കുടി. TD ദാസൻ 6B. TD ദാസൻ സ്റ്റാൻഡേർഡ് 6B. വളപട്ടണം, ഒന്നും എഴുതിയിട്ടില്ല. യൂഫ്രട്ടീസ്. TD ദാസൻ സ്റ്റാൻഡേർഡ് 6B. ഓക്കെ. വേമ്പനാട്. അലക്സാണ്ടർ സ്റ്റാൻഡേർഡ് 6B എന്ന് എഴുതി. അലക്സാണ്ടർ സ്റ്റാൻഡേർഡ് 6B. TD ദാസൻ സ്റ്റാൻഡേർഡ് 6B ആണ് ആ സിനിമ. തിരനോട്ടം എന്നുള്ള റൗണ്ട് കൂടി ഇവിടെ. അതായത് സെമി ഫൈനലിലേക്ക് മത്സരാർത്ഥികളെ ലൈനപ്പ് ചെയ്യാനുള്ള 9 റൗണ്ടുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആവേശഭരിതമായ ഒരു മത്സരം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നോക്കാം നമുക്ക് ഏത് ടീമുകളാണ് സെമി ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നത് എന്ന്. 75 മാർക്കോടുകൂടി ടീം വളപട്ടണം 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ടീം വേമ്പനാട് 80 പോയിന്റ് വാങ്ങി 3ാം സ്ഥാനത്തേക്ക് കയറി. ടീം യൂഫ്രട്ടീസ് 140 മാർക്കുമായി 2ാം സ്ഥാനത്ത് എത്തി. ടീം ചാലക്കുടി തുടക്കം മുതലുള്ള ആധിപത്യം നന്നായി നിലനിർത്തി 160 മാർക്കോടുകൂടി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഗുഡ്. അപ്പോൾ ടീം ചാലക്കുടിയും യൂഫ്രട്ടീസുമാണ് ഇനി സെമി ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുക. എന്ത് തോന്നുന്നു വളപട്ടണം ഇപ്പോൾ? എന്താ തോന്നണേ എന്നാണ് ചോദിച്ചത്. തലയിങ്ങനെ ആട്ടൽ അതിലൊരു ഉത്തരം അല്ല. ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങ് പോട്ടെ ഉഷാറായിട്ട്. വേമ്പനാട് എന്താണ് തോന്നുന്നത്? ഒരിക്കലും ഫസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താണ് ഇവിടെ ഓരോ സ്ഥലത്തു നിന്നും വിന്നേഴ്സ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. ഓക്കെ, നിങ്ങളും വിന്നേഴ്സ് ആയിട്ടല്ലേ എത്തിയത്? ഞങ്ങൾ വിന്നേഴ്സ് ആയിട്ട് എത്തി. അപ്പൊ എന്താണ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമില്ലായിരുന്നു. നീന്താനും കൂടി പഠിച്ചു എന്നുള്ള ഒരു ബോണസ് പോയിന്റ് ആണ്. യൂഫ്രട്ടീസ് ഇത്ര ദൂരെ കടൽ കടന്ന് ഇവിടെ വന്ന് കുറെ ദിവസങ്ങൾ ഇവിടെ താമസിച്ചു. അതിനു വേണ്ടിയൊക്കെ എന്ത് തോന്നുന്നു ഈ എടുത്ത എഫേർട്ടിനെ കുറിച്ച്? വാസ് ഇറ്റ് വർത്ത്?
ഡൂയിങ് ദിസ് ആണ്. വേറെ എന്താണ് പറയാനുള്ളത്? എത്ര പരിശ്രമിച്ചോ അത്രക്കും കിട്ടി. എത്ര പരിശ്രമിച്ചോ. ഇത് ഏത് സ്ഥാനത്തെത്തിയാലും ഇങ്ങനെ പറയണം എന്ന മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇപ്പൊ വന്ന വാചകമാണ് അല്ലേ? ചാലക്കുടി, എന്താണ് നിങ്ങളുടെ സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. ചെറിയ പിഴവുകൾ ഉണ്ടായെങ്കിലും അത് സെമിയിൽ തിരുത്താനാണ് ഞങ്ങളുടെ ശ്രമം. സോ വെരി സ്മാർട്ട്. ചെറിയ പിഴവുകൾ ഉണ്ടായെങ്കിലും സെമിയിൽ തിരുത്താനാണ് ശ്രമം. ഓക്കെ, എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും നല്ല ആവേശം തരുന്ന ഒരു മത്സരമാണ് ഉണ്ടായത്. നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത എഫേർട്ടിന് അഭിനന്ദിക്കുന്നു. ഈ ഒരു പരാജയം ഇപ്പോ ഉണ്ട് എന്ന് തോന്നിയാൽ നേരത്തെ പറഞ്ഞ പോലെ അതൊരു തുടക്കം മാത്രമാണ്. അതിന്റെ പേരിൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി എത്രയോ മത്സരങ്ങൾ, നിങ്ങൾ ചെറിയ പ്രായത്തിലാണ്, ഇനി എത്രയോ ദൂരം ജീവിതത്തിൽ പോകണം. ഈ സെമി ഫൈനൽ ലൈനപ്പ് അവസാനിക്കുമ്പോൾ 2 ടീമുകൾ സ്വാഭാവികമായും പുറത്തു പോകേണ്ടതുണ്ട്. അവർക്കുള്ള മെമന്റോ നൽകുകയാണ് ഇപ്പോൾ. ആദ്യം ടീം വളപട്ടണം രാഷ സി മൗണ്ട് ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ മട്ടന്നൂർ. ആകാശ് കെ ഉദയംമാടം UPS കണ്ണൂർ. അമിത പി അശോക് NSS ഹൈസ്കൂൾ പാണാവള്ളി. മുഹമ്മദ് യാസീൻ TR NIE സ്കൂൾ നദ്വത് നഗർ. നല്ലൊരു നീന്തൽക്കാരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യരിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട പാരിസ്ഥിതിക ബോധത്തെ ഉത്തേജിപ്പിച്ച സിനിമയായിരുന്നു TD ദാസൻ സ്റ്റാൻഡേർഡ് 6B. അകാലത്തിൽ പൊലിഞ്ഞ ശ്രീ മോഹൻ രാഘവന്, എൻ്റെ പ്രിയ സുഹൃത്തിന് ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. സെമി ഫൈനലിൽ വീണ്ടും ആവേശകരമായ മത്സരങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടും വരെ സൈനിങ് ഓഫ്, ലിറ്റിൽ സ്കോളർ.